പുള്ളിക്കാരി കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുവായിരുന്നു, പുറത്ത് പറയരുതെന്നും പറഞ്ഞു. പിന്നെ ഇത് പാർട്ടിയാണ് ഇവരെ സംരക്ഷിക്കുന്നത്, മനസ്സിലായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് പുള്ളിയെടുത്ത്. നല്ല ഭീഷണിയാണ് ഇളയ മകന്റെ അടുത്തുനിന്നുള്ളത്. എറണാകുളത്ത് 4 വയസ്സുകാരിക്ക് ക്രൂരപീഡനം. CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം VK സുബ്രഹ്മണ്യനെതിരെ പോക്സോ ചുമത്തി കേസ്. 6 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസെന്ന് കുട്ടിയുടെ കുടുംബം ആരോപിച്ചു. സുബ്രഹ്മണ്യനെ സംരക്ഷിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ നേതൃത്വമെന്നും കുടുംബം M5 ന്യൂസിനോട് പ്രതികരിച്ചു. ആള് കുട്ടിയുടെ വല്യച്ഛൻ, അച്ഛൻ എന്ന് പറയും. വല്യച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരന്റെ അപ്പനാണ്. അപ്പൊ അവള് കുഞ്ഞുനാള് തൊട്ട് കാണാൻ തുടങ്ങിയത്. അപ്പൊ വിളിക്കണത് വല്യച്ഛനാണ് വിളിക്കണത്. അത് ഡേറ്റ് നമ്മളങ്ങനെ കറക്റ്റായിട്ട് കുഞ്ഞ് നമ്മളോട് ഇത് അറിയിക്കുന്നത് കഴിഞ്ഞ ശനി ഞായറാഴ്ച ആയിട്ടാ. കുഞ്ഞിന് വേദന ഉണ്ടായിരുന്നു. പറയുകയല്ല ചെയ്തത്. കുഞ്ഞ് ഇങ്ങനെ ആദ്യം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ മാമത്തിൽ പിടിച്ചു, അങ്ങനെയാണ് കുഞ്ഞ് പറഞ്ഞത്. അപ്പൊ നമ്മള് കുഞ്ഞ് മൂത്രം ഒഴിക്കാനായിട്ട് ഇരുന്നപ്പോൾ അവള് മൂത്രം ഒഴിക്കാനില്ല, വേദന എടുക്കുമെന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങി. അദ്ദേഹത്തിനോട് ചോദിക്കാനായിട്ട് ഇവിടെ ആൾക്ക് കടയുണ്ട്. അപ്പൊ കടയിൽ ചെന്നപ്പോ പറഞ്ഞു വീട്ടിൽ വന്നിട്ട് ചോദിക്കാം, വീട്ടിൽ നിന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ് എന്റെ ഹസ്ബൻഡിനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ആളുടെ മൂത്ത മകനും ഭാര്യയും ആളും കൂടെ കൂടി ചേർന്ന് തല്ലുക ചെയ്ത് എന്റെ ഭർത്താവിന്. ഇത്രയും പുള്ളിക്കാരി, അതായത് ആളുടെ വൈഫ് അംഗൻവാടി ടീച്ചറാണ്. ആ ടീച്ചറിന്റെ കൂടെയായിരുന്നു എന്റെ കുഞ്ഞ് അംഗൻവാടി പൊക്കോണ്ടിരുന്നതൊക്കെ. കുഞ്ഞ് ആദ്യം തന്നെ അംഗൻവാടി ടീച്ചറിനോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരി കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുവായിരുന്നു, പുറത്ത് പറയരുതെന്നും പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുഞ്ഞിന്റെ കാര്യമാണ് മെയിനായിട്ട് നമ്മൾ പോലീസുകാരോട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് പാർട്ടിയാണ് ഇവരെ സംരക്ഷിക്കുന്നത്, മനസ്സിലായ ഇവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് പുള്ളിയെടുത്ത്. ബ്രാഞ്ച് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്നെ ദീപ് എന്ന് പറയുന്ന ഒരാള് നമ്മളോട് വന്നിട്ട് പറഞ്ഞിട്ട് ഇത് ഒത്തുതീർപ്പാക്കി പോകാൻ പാടില്ലായിരുന്നോ എന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചു. ഇതിനൊരു ഒത്തുതീർപ്പാക്കി പോകാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചു. പിന്നെ മകന്റെ ഭീഷണി നമുക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന് നമ്മൾ പരാതിപ്പെട്ടു, പക്ഷേ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. അപ്പൊ ഇന്നലെ നമ്മൾ POPC ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പൊ വീണ്ടും അവിടുന്ന് അന്വേഷണങ്ങൾ പിക്ചർ കിട്ടും സാറേ. അപ്പൊ നമുക്കിപ്പോ അന്വേഷണം ഇപ്പൊ ഇന്നലെ രാത്രി മുഴുവൻ പെട്രോളിങ്ങിന് പോലീസുകാരുണ്ടായിരുന്നു. ചെങ്ങനാട് പോലീസ് രാവിലെ ചെങ്ങനാട് പോലീസിൽ ആള് വന്നിട്ടുണ്ടായിരുന്നു, 2 പേരും, ഒരു വനിതാ കോൺസ്റ്റബിളും വേറൊരു സാറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. ഇന്നത്തോടു കൂടി ഇപ്പൊ കുറച്ച് നേരം കഴിയുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചില് ഒരു സാറ് വരും. നമുക്ക് 11 മണിയാകുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഒരാൾ വരും. കുഞ്ഞിന്റെ മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ വന്നല്ലോ, ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അതിന്റെ. അപ്പൊ അത് കാരണം പുള്ളിനെ ഇതുവരെ പിടിക്കാൻ പറ്റില്ല. പക്ഷെ ബാക്കിയുള്ളവർക്കെല്ലാം നടപടി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു ഇതോടുകൂടി ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവരുടെ ഭാര്യ, പിന്നെ ഇളയ മകൻ നമ്മളെ പിന്നെ കുറച്ച് പാർട്ടിയിലുള്ള ദീപ് എന്ന് പറയുന്ന ഒരാളാണ് നമ്മളോട് മെയിനായിട്ട് ഇതൊന്ന് ഒത്തുതീർപ്പാക്കാൻ പറ്റുമോ, ഇത് ഒത്തുതീർപ്പാക്കുന്നൊക്കെ പറയുന്നത്. നല്ല ഭീഷണിയാണ് ഇളയ മകന്റെ അടുത്തുനിന്നുള്ളത്. ഞാൻ ജോലിക്ക് പോണ വ്യക്തിയാണ്. 4 വർഷമായിട്ട് ഞങ്ങൾ നല്ല കൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ ഒരു കുടുംബം പോലെ കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഞാൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ കുഞ്ഞ് അംഗൻവാടി ടീച്ചറിന്റെ കൂടെ ആയിരിക്കുള്ളൂ. അപ്പൊ അംഗൻവാടി വന്നു കഴിയുമ്പോൾ ആളുടെ വീട്ടിലാണ് ഇരിക്കാറ്. അങ്ങനെയായിരുന്നു, അവിടെയായിരുന്നു കുഞ്ഞ് ഇരുന്നോണ്ടിരുന്നത്. നടപടികളുമായിട്ട് മുന്നോട്ട് തന്നെ പോയി. ഇതിനൊരു പിന്തിരിപ്പില്ല ഞങ്ങൾക്ക്. എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ വന്നാലും ഞങ്ങൾ കുഞ്ഞിനെ മുന്നോട്ട് തന്നെ ഇതിനു വേണ്ടി പോകും.